ഹലോ, ഞാൻ ടാനിയ ജോയൽ. എല്ലാരും ചായ എല്ലാം കുടിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കുവല്ലേ? ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ക്രിസ്മസിന് എല്ലാരും ക്രിസ്മസിന്റെ കേക്ക്, ക്രിസ്മസിന്റെ വൈന് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ക്രിസ്മസിന് റണ്ണർ വേണം, ബെഡ്ഷീറ്റ് വേണം, ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമുക്ക് കിടന്ന് ഉറങ്ങണ്ടേ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്, സൈക്കിളെ വരുന്ന ക്രിസ്മസ് പാപ്പായുടെ കുഷിനും കുഷിൻ കവറും കൂടെ ഇത് ഒരുമിച്ചുള്ളതാണ്. അതായത് ഈ കുഷിനിൽ തന്നെയാണ് ഈ കുഷിൻ ക്രിസ്മസ് പാപ്പ ഉള്ളത് കേട്ടോ. നല്ല സൈക്കിളിലൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, സൈക്കിളിന്റെ ടയറിൽ നന്നായിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് കഴിയുമ്പോൾ ഇത് നമ്മൾ എടുത്ത് അകത്ത് വെക്കണം എന്നില്ല, ഇതിന് വേറെ ഒരു കവർ ഇട്ടാലും ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ക്രിസ്മസ് കഴിയുമ്പോഴത്തേനും ഇത് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കണ്ട. അപ്പൊ വേറെ ഒരു കവറ് മാഗ്നിസ്കേപ്സിൽ നിന്ന് മേടിച്ചിട്ട് അതും യൂസ് ചെയ്യണം കേട്ടോ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസിന്റെ റണ്ണർ. ഇത് കണ്ടോ, ഇത് വളരെ ചെറിയ റണ്ണറാണ്. ചെറിയ റണ്ണർ എന്ന് പറയുമ്പം ഒരു 4 സീറ്റർ റണ്ണറാണ്. 4 സീറ്റർ ടേബിളിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 4 സീറ്റർ റണ്ണറാണ്. ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല രസമായിട്ട് ഇതിങ്ങനെ ചുരുട്ടി ഇതിനകത്ത് വേണമെങ്കിൽ ഒരു കുഞ്ഞ് കപ്പ് കേക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ല ഒരു റിബണൊക്കെ കെട്ടി ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ടേബിൾ റണ്ണറാട്ടോ. ഈ റണ്ണർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ചില സമയത്ത് നമുക്ക് അറിയത്തില്ല എന്നല്ല. റണ്ണറിനൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ടുള്ള ഒരു 5-6 വർഷം മുമ്പൊക്കെ. അതിന് മുമ്പൊന്നും ഈ റണ്ണർ എന്തോ ഒരു തുണി ഏതോ ഒരു ടേബിളിൽ കൊണ്ട് ഇടുന്നുള്ള ഒരു വിചാരമുള്ളൂ. അത് കാണാൻ കുറച്ച് ഭംഗി. പക്ഷെ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ ടേബിളിന്റെ സെന്ററിൽ നമുക്ക് ഇതിങ്ങനെ വിരിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാം. അപ്പൊ അതിൽ കൂടുതൽ ഭംഗിയായിരിക്കും. പിന്നെ ചില സമയത്ത് നമ്മുടെ ചില ഒന്നിനും കൊള്ളിയലായിരിക്കും. അപ്പൊ ഇതുപോലെ റണ്ണറൊക്കെ ഇട്ട് അവിടെ നല്ല സുന്ദരമായിട്ട് വെക്കാം. അതിനടിയിൽ എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. അതുപോലെ കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചൂട് പാത്രമൊക്കെ വേഗം കൊണ്ട് ഈ റണ്ണറിലോട്ട് വെക്കുവാണെങ്കിൽ നല്ല ടേബിൾ ഒന്നും ചീത്തയാകാതെ ഇരിക്കും കേട്ടോ. ഇനി ക്രിസ്മസ് സ്പെഷ്യൽ കഴിഞ്ഞ വർഷമില്ലേ, ഈ ക്രിസ്മസ് സ്പെഷ്യലിന്റെ ചെയർ ബാക്ക് ചോദിച്ച ആൾക്കാർ പലർക്കും നമ്മൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നേ. അപ്പൊ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെയർ ബാക്ക് അവൈലബിൾ ആണ്. ഇപ്രാവശ്യം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ട നല്ല ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന നല്ല ഒരു കളർ, വൈറ്റ് അല്ല. അപ്പൊ പേടിക്കാൻ വേണ്ട. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ചാരി വന്നിരിക്കുമ്പോൾ ചെളിയൊന്നും പറ്റുമെന്ന് പേടിക്കുകയും വേണ്ട. അപ്പൊ ഇതുപോലത്തെ 2 സിംഗിൾ സീറ്റർ, അതായത് 2 സോഫയിൽ സിംഗിൾ സോഫയിൽ ഇടാൻ പറ്റുന്ന 2 പിന്നെ നമുക്ക് ഇത് കണ്ടോ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്ററിന്റെ ബാക്കിൽ ഇടുന്നത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. താഴെ ഇരിക്കുന്ന പോർഷനിലുള്ളത് അവൈലബിൾ അല്ല കേട്ടോ. ഇത് ബാക്കിലിടുന്ന അതുപോലത്തെ നല്ലൊരു ക്ലോത്ത് ആണ്, നല്ല തിക്കായിട്ടുള്ള ക്ലോത്ത് ആണ്. ചാടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളുവേ. ഇനിയുള്ളത് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. നമ്മൾ എല്ലാ ദിവസവും ഈ കാര്യം തന്നെയാ പറയുന്നതെങ്കിലും നമ്മൾ വേഗം അയ്യോ ഇത് കിങ് ആണോ ഇത് ക്യൂൺ ആണോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കല്ലേ. അപ്പൊ ഇന്ന് നമ്മുടെ ബെഡ്ഷീറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ എനിക്ക് സംശയമില്ല. എന്നാൽ ഇന്ന് എനിക്ക് വേഗം ഇത് ക്യൂൻ ആണോ കിങ് ആണോ എന്നൊരു കുഞ്ഞു സംശയം വന്നു കേട്ടോ. ഇതെല്ലാം കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ്. ഇത് കണ്ടോ, നല്ല ഒരു മഞ്ഞ കളറ്, കുഞ്ഞൊരു വയലറ്റ് കളറ്, എല്ലാ കളറും ഓൾമോസ്റ്റ് നല്ല രസമാട്ടോ. ഈ ബെഡ്ഷീറ്റിന്റെ സൈഡ് ബോർഡറിന്റെ കളർ അടിപൊളിയാട്ടോ. ആ കളറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വിരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ടക്ക് ചെയ്യുന്ന പോർഷനിൽ മുഴുവൻ പോകത്തില്ല. 4 സൈഡിലാണ് പ്ലെയിൻ കളർ. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് മോളെ ഈ സൈഡില് ഇതിങ്ങനെ ഈ ഒരു പ്ലെയിൻ കളർ കൊണ്ടേ വെച്ചാൽ ആര് കാണാനാന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ കിങ് സൈസ് എന്ന് പറയുമ്പോൾ കിങ് സൈസിന്റെ ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇതുപോലെ ടക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കുറച്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. ചിലപ്പോൾ നമ്മളും അത് ആലോചിക്കത്തില്ല. അതിന്റെ 2 വലിയ പില്ലോ കവേഴ്സ് ആണ് കേട്ടോ.
ഇത് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ആണ്. പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ്. സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ. പക്ഷെ മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവർ 1/2 ഇഞ്ച് 1 ഇഞ്ച് 1.5 ഇഞ്ച് വരെ ചിലതെല്ലാം കൂടുതലാണ് കേട്ടോ. എന്തായാലും പുതിയ തരത്തിലുള്ള പില്ലോസ് ഇതിനകത്ത് കയറും. പിന്നെ നമ്മൾ ഫോറിനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന വലിയ അണ്ടക്കാട്ട പില്ലോസ് ഒന്നും കയറത്തില്ല കേട്ടോ. ഇനിയുള്ളത് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് കണ്ടോ, നല്ല രസമല്ലേ, നല്ലൊരു സിറ്റിയാ. ഇത് കണ്ടോ, ഇത് ഏത് സിറ്റിയാ എങ്ങനെയാന്നൊന്നും അറിയത്തില്ല. ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് കണ്ടോ. എല്ലാ വീട്ടിലും തുണിയെല്ലാം അലക്കി ഇട്ടിട്ടുണ്ട്, ജെല്ലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. നല്ല രസമാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെയാട്ടോ ഇതിന്റെ പ്രിന്റ് ഒക്കെ വന്നിരിക്കുന്നത്. നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊക്കെ ഇഷ്ടപ്പെടും. അയ്യോ, ഇതിനകത്ത് സ്കൂട്ടർ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നല്ലൊരു സ്കൂട്ടർ ഉണ്ട്. ഇത് പഴയ കാല സ്കൂട്ടർ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് സ്കൂട്ടർ ഉണ്ട്. 2 പേര് കുഞ്ഞായിട്ട് തലയൊക്കെ പുറത്തിട്ടിട്ട് നടക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇതിന്റെ ഒക്കെ ഇടയ്ക്കില്ലേ നല്ല പച്ചപ്പായിട്ടുള്ള മരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വീടിന് ചുറ്റുമൊക്കെ കുറച്ച് മരമൊക്കെ നട്ടുപിടിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ പോയി ഇരുന്ന് അവിടെയൊക്കെ ഇരുന്ന് ഒരു സന്തോഷമൊക്കെ കിട്ടത്തുള്ളൂ. ഇതുണ്ട്, ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ബാൽക്കണി ഉണ്ട്. ഞാൻ തന്നെ ഇപ്പൊ ഇതിൽ നോക്കുവാണേ, ബാൽക്കണി ഒക്കെ ഉണ്ട് കേട്ടോ ഈ വീട്ടില്. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഇത് കണ്ടോ, എന്ത് രസമാന്ന് നോക്കി ഈ ഷീറ്റ് കാണാന്. ഹലോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഡോട്ട് ആയിട്ടുള്ള ഒരു ഷീറ്റ് കേട്ടോ. ഇത് കണ്ടോ, നല്ല സൈഡിൽ വന്നിട്ടുള്ള ഇതുപോലെയുള്ള ഒരു കളറാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹലോ എന്ന് വിളിച്ചതില്ലേ, ആക്ച്വലി ഇവിടെ എൻ്റെ തന്നെ വീഡിയോ ഉറക്കെ ഒരാൾ കൊണ്ടുവന്ന് കാണിക്കുക. അപ്പൊ ഹലോ എന്ന് വിളിച്ചതാണേ. അപ്പൊ ഞാൻ അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ കേൾക്കുമ്പോൾ അയ്യോ എന്ന് വെക്കും. അതുകൊണ്ട് ഞാൻ ഹലോ എന്ന് വെച്ചതാണേ. നല്ല ഭംഗി. അത് നിങ്ങളും ഹലോ ആയിട്ട് എടുത്തോട്ടെ. ഇടയ്ക്ക് ശ്രദ്ധ പോയാലും ഹലോ കിട്ടണമല്ലോ. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ലൊരു ബെഡ്ഷീറ്റ് കേട്ടോ. ഇനി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കോമ്പിനേഷൻ ആണ്. ഇത് ആക്ച്വലി ഒരു ഗ്രേ, ലൈറ്റ് ഗ്രേ ആണ്. അതിനകത്തുകൂടി ഇങ്ങനെ വരച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വരയ്ക്കുന്ന ആൾക്ക് നല്ല ബുദ്ധിയുള്ളതായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല പ്രീമിയം ക്വാളിറ്റി ഒരു ബെഡ്ഷീറ്റ് പോലെ തോന്നും. ഈ മെറ്റീരിയൽ എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ്. 100% കോട്ടൺ ആണ്. 100% കളർ ഗ്യാരണ്ടി ആണ്. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് എല്ലാം 1000 താഴെയാണ്. 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇനിയുള്ളത് മാഗ്നിസ്കേപ്സിന് നല്ല ഭംഗിയായിട്ടുള്ള കർട്ടൻസ് ഉണ്ട്. നല്ല 7 feet അവൈലബിൾ ആയിട്ടുള്ള നല്ല വിൻഡോയ്ക്കും ഡോറിനും ഇട്ടാ നല്ല നല്ല രസമായിട്ട് കാണാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റത്തില്ല. നമുക്കിപ്പം അപ്പുറത്തെ മുറി ഇപ്പുറത്തെ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ പറയുന്നേ. അങ്ങനെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ ഒളിച്ചേ കണ്ടേന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത കൂട്ട് നല്ല കട്ടൻസ് ആണ്. നല്ല ഇലകളല്ലേ, നല്ല ക്രീം കളർ ബാക്ക്ഗ്രൗണ്ടില്, നല്ല ക്രീം കളർ ബാക്ക്ഗ്രൗണ്ടില് നല്ല പച്ച ഇലയില് നല്ല മഞ്ഞ ഇല, നല്ല എന്തായാലും നല്ല രസമാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കർട്ടൻസ് എല്ലാം അവൈലബിൾ ആണ്. കർട്ടൻസ് നിങ്ങൾ സൈസ് പറയുമ്പോൾ ഇഞ്ചസിൽ പറയുവാണെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പൊ മോളിൽ നിന്ന് താഴെ വരെ നിങ്ങൾ ഹൈറ്റ് എന്നാ പറയണ്ടേ, ഹൈറ്റ് അത്ര ആണേന്ന് പറയണം കേട്ടോ. വിട്ട് നമ്മൾ നോക്കിക്കോളാം. ഹൈറ്റ് മോളിൽ നിന്ന് താഴെ വരെ ഹൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ചില ആൾക്കാർ ലെങ്ത് എന്ന് പറയും, അത് തെറ്റാണ് കേട്ടോ. അപ്പം ഹൈറ്റ് എന്ന് പറയണേ. ഇനിയുള്ളത് ഇത് കണ്ടോ, എന്ത് രസമാന്ന് നോക്കി. ക്രിസ്മസിന് വിരിക്കാം, അല്ലാതെയും വിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഷീറ്റ്. ഇന്ന് ആക്ച്വലി ഇങ്ങനെ ഒത്തിരി സംസാരിച്ചപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കിതയ്ക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്, നല്ല ഭംഗിയായിട്ട് 2 വലിയ പില്ലോ കവേഴ്സ്. മാഗ്നിസ്കേപ്സിന്റെ കടയിൽ എല്ലാവരും വരണം. വന്നാൽ മാത്രമാണ് നമുക്ക് ഇത് തൊട്ട് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. വെബ്സൈറ്റിൽ ഫോട്ടോസ് എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ചില സമയത്ത് ചിലതൊന്നും കാണത്തില്ല. ആ സമയത്തും അല്ലാതെയും നമ്മുടെ താഴെ കിടക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ വിളിച്ച് ചോദിക്കണം, എന്താ ചേച്ചി അത് ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കണം കേട്ടോ. ഒന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ചില സമയത്ത് നമ്മൾ ആ
വേഗം അങ്ങ് പോകും, ചില സമയത്ത് അവിടെ ഇരിക്കും. അപ്പൊ അതുപോലെ എല്ലാവരും നല്ല സന്തോഷത്തോടെയൊക്കെ ഇരുന്ന് ഹാപ്പി ആയിട്ടിരുന്ന് മുഴുവൻ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.